ജഗന്റെ ഈ അവസ്ഥ കാണുമ്പോ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. പ്രകാശേട്ടാ, എന്താ ഇത്? എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത്. ഇതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് അവരെ പാലുകാച്ചിന് ക്ഷണിക്ക്. ഓ, അത് ഞാൻ മറന്നു. ജഗ, നാളെ എന്റെ പുതിയ വീടിന്റെ പാലുകാച്ച ഭാര്യാസമേതം ചടങ്ങിൽ പങ്കെടുക്കണം. വരാം. കുടുംബത്തിലൊരു ചടങ്ങ് നടക്കുമ്പോ പങ്കെടുക്കണമല്ലോ. ആ, ജഗൻ മൂഡൌട്ടിലാണെന്നറിയാം. എന്റെ മനസ്സിലുണ്ടൊരു മൂഡൌട്ട്. നല്ലൊരു കാര്യത്തിൽ പങ്കെടുക്കാതെ എന്റെ അച്ഛനും അമ്മയും സ്ഥലം വിട്ടുകളഞ്ഞു. ജഗന്റെ മനസ്സിലുണ്ടല്ലോ ജന്മം നൽകിയവരെ കൊണ്ടുള്ള വലിയൊരു കല്ലുകടി. സ്വന്തം അച്ഛൻ തന്നെ വയറ്റിപ്പഴപ്പ് മുട്ടിച്ചു കളഞ്ഞു. ഈ തന്തമാരില്ലേ, എല്ലാം പ്രശ്നക്കാരാ. വിട്ടുകള ജഗ. പ്രകാശേട്ടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ, ഞാൻ നിർത്തി. നല്ല കാര്യം പറയുമ്പോ ആർക്കും അങ്ങോട്ട് പിടിക്കില്ല. പുതിയൊരു വീട് വെച്ചപ്പോ പ്രകാശേട്ടന്റെ മനസ്സിലൊക്കെ അല്പം കൂടിയിട്ടുണ്ട്. നിലത്തൊന്നും അല്ല. എന്റെ ഭർത്താവിന്റെ അവിവേകം ക്ഷമിക്കണം ജഗ. പാലുകാച്ചില് പങ്കെടുത്ത് അനുഗ്രഹിക്കണം. ചേച്ചിയുടെ മനസ്സ് ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾ പാലുകാച്ചിന് വരും. ചേച്ചിയുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവും. മാധവൻ നായരല്ലേ? അതെ. ഇവിടെ എന്താ? എനിക്ക് ജീവിക്കാൻ വേറെ ജോലിയൊന്നുമില്ല. ജീവിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞപ്പോ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. മാധവേട്ടൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളെ അല്ല എന്ന് നമുക്ക് തങ്ങളിൽ പറയാം. പക്ഷേ അനുഭവിക്കേണ്ടതായ തലവര അനുഭവിച്ചു തീർക്കണ്ടേ? ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ആദ്യം മെക്കാനിക്കായിരുന്നു, അതിനുശേഷം ഓട്ടോ ഓടിച്ചു, പിന്നെ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയായി, ഒപ്പം ചുമടും എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ദേ സെക്യൂരിറ്റി, അതും പ്രതിഫലം പോലും വാങ്ങാതെ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട്. ഇനി തോട്ടിപ്പണിയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അതും ഒരു വിഷമവും കൂടാതെ മാധവൻ ചെയ്തിരിക്കും. അല്ല, ഇതാരുടെ മോനെ കാറ്? ഒരു കൂട്ടുകാരന്റെ 2 ദിവസത്തേക്ക് എടുത്തതാ. ഓ, സുമിത്രേ, ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഇറങ്ങാം. വന്ദനെ, ഞങ്ങൾ ഇറങ്ങാം. നീയേ അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നാ മതി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? വെച്ചു. പ്രകാശേട്ടാ, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? ഒന്നാമത് ഇവിടെ അച്ഛനും അമ്മയില്ല. പോകുന്നതിന് മുമ്പ് പ്രകാശേട്ടൻ അച്ഛമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം പോവാൻ. ഇനിയിപ്പോ അതിനൊന്നും സമയമില്ല. ഓണവും സംക്രാന്തി തിരിച്ചറിയാൻ വയ്യാതെ കിടക്കുന്ന അച്ഛമ്മയുടെ കാലിൽ തൊട്ടിട്ട് ഒരു കാര്യമില്ല. പ്രകാശേട്ടാ, ഈ സമയത്ത് ഗുരുത്വദോഷം പറയരുത്. ദേ, ഞാൻ ഇറങ്ങി. ഒരു മംഗളകാര്യത്തിന് പോകാൻ ഇറങ്ങിയാ പിന്നെ തിരിച്ചു കയറാൻ പാടില്ല. അച്ഛമ്മയ്ക്കാണെങ്കിൽ അത് ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ഏയ് സുമിത്രേ, നീയും തൽക്കാലം പോണ്ട. പറഞ്ഞില്ലേ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയിരിക്കാന്ന്. തിരിച്ചു കയറുന്നതേ അത്ര നല്ല ലക്ഷണമല്ല. ആ, ഹലോ. ഞാൻ വരുന്നുണ്ടേ. ഞങ്ങളൊക്കെ ഇറങ്ങി. എന്താ നിനക്ക് വേണ്ടത്? വസന്തേച്ചി, നിന്നെ തല്ലിയ എന്റെ കൈ നാറും. അതുകൊണ്ടത് വേണ്ട. എടാ പ്രകാശ, ബംഗ്ലാവ് മുതലാളി, ഞാൻ നിന്റെ ആരാടാ? സഹോദരിയല്ലേ? നിന്നോടൊപ്പം അമ്മ ഇരട്ട പ്രസവിച്ച സഹോദരി.
അമ്മയുടെ വയറ്റില് അപ്പുറം ഇപ്പുറം ഒട്ടിക്കിടന്ന സഹോദരി ഓർമ്മയുണ്ടോടാ നിനക്കത്? പാലുകാച്ചിന് സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ അടക്കി ക്ഷണിച്ചിട്ടും ഈ വസന്തയെ മാത്രം നീ ക്ഷണിച്ചില്ല. എന്താണോ ക്ഷണിക്കാഞ്ഞത്? എന്ത് തെറ്റാണോ ഞാൻ നിന്നോട് ചെയ്തേ? നീ കാണിച്ചു കൂട്ടുന്ന എല്ലാ മര്യാദ കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സ്വന്തം അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ദ്രോഹിക്കാൻ കൂട്ടുനിന്നതോ? സ്വന്തം അച്ഛന്റെ പണം മോഷ്ടിക്കാൻ വരെ ഒത്താശ ചെയ്ത് നിന്റെ ഒപ്പം നിന്നവളല്ലേടാ ഞാൻ. ആ അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടല്ലേടാ നീ നിന്റെ മണിമാളിക പണിതത്. ഇപ്പൊ അവിടെ കാലുകുത്താനുള്ള തലയെടുപ്പ് സ്വന്തം പെങ്ങക്ക് ഇല്ലാതായല്ലേ? വസന്തേ മതി. ഇപ്പൊ ഞാനൊരു ശുഭകാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക. ശുഭകാര്യമോ? ഇല്ലടാ, പുതിയ മണിമാളികയില് ഒരു കാലവും നീ ഗതി പിടിക്കില്ല. ഒരിക്കലും നിനക്ക് അവിടെ മനസ്സമാധാനം കിട്ടില്ലടാ. ഇത് വസന്ത മനസ്സുരുകി പറയുന്നതാ. ചേച്ചി മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാവാം. വസന്തേ, സ്വന്തം സഹോദരനല്ലേ? പുതിയ വീട്ടിൽ മുഹൂർത്തത്തിന് കാല് കുത്താൻ പോലും അനുവദിക്കാതെ ഇങ്ങനെ ശാപവാക്കുകൾ പറയല്ലേ? തള്ളേ, നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയില്ല. എന്നെ ഉപദേശിക്കുന്നോ? അല്ല, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, നിങ്ങൾക്ക് എന്റെ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള യോഗ്യത ഇല്ല. അടുക്കളക്കാരിയെ അടുക്കളക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി.